ഇറങ്ങിയത് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞതെന്ന് വെച്ചാലേ മീൻ വളർത്തുന്നുണ്ട് ഇവിടെ. കണ്ടില്ലേ, ഇതാണ് കോവയ്ക്ക. ഡ്രൈവൻറ്റീഴ്സിൻ്റെ മറ്റു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചുമ്മാ എൻ്റെ തറവാട് വീട്ടിലേക്ക് ഒന്ന് വന്നാട്ടോ. അപ്പോൾ പാടത്ത് ട്രാക്ടർ പൂട്ടുന്നത് കണ്ടു. അപ്പോൾ എനിക്കൊരു തോന്നി, പഴയ കുട്ടിക്കാലൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ, നൊസ്റ്റാൾജിയ നമുക്ക് തോന്നി. അപ്പോൾ എന്നാൽ പാടത്തേക്ക് ഇറങ്ങാൻ തോന്നി. അപ്പോൾ പാടത്ത് ട്രാക്ടർ പൂട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് അവിടുത്തെ കുറച്ച് കാഴ്ചകളും ട്രാക്ടറിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ, മെയിനായിട്ട് വലിയ റിവ്യൂ അല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ വണ്ടി കിടക്കുന്നത് പാടത്താണ്. അപ്പോൾ അവിടെ റിവ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ കുറച്ച് ഗ്രാമീണ കാഴ്ചകളും പാടത്തെ നമ്മളെ കൃഷികളും അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇറങ്ങിയത് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ മീൻ വളർത്തുന്നുണ്ട് ഇവിടെ. ഒരു ചെറിയൊരു കുളമാണ്. ആ കുളത്തിൽ മീനൊക്കെ അത്യാവശ്യം കാണാണ്ട് കേട്ടോ. അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഉണ്ട്, മോൾ ഭാഗത്ത് വന്ന് കളിക്കുന്നുണ്ട്. എന്ത് ടൈപ്പ് മീനെന്ന് അറിയില്ല, മീനുകളുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണാൻ സാധിക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ കോവലില്ലേ, കോവയ്ക്ക കൃഷിയാണ് അപ്പുറത്ത് കാണുന്നത്, കണ്ടില്ലേ. അതാണ് നമ്മുടെ കോവൽത്തോട്ടം. ഇത് കുളം, അത് കോവൽ. ഇനി നമുക്ക് പാടത്തേക്ക് നടക്കില്ലേ, ആ അറ്റത്ത് കാണില്ലേ, അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ ട്രാക്ടർ പൂട്ടുന്നത്. ഇവിടെ ഒരുവിധം എല്ലാ പാടങ്ങളും പൂട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒട്ടുമിക്ക സ്ഥലങ്ങളും പൂട്ടിയിട്ടാണ് കാണുന്നത്. പക്ഷെ ആ അറ്റത്ത് ട്രാക്ടർ പൂട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. പയർ നിൽക്കുന്ന നോക്കി, കണ്ടില്ലേ, പയറാണ്. പയറ്, അതുപോലെ വെണ്ട. ഇവിടെ അത്യാവശ്യം എല്ലാം ഉണ്ട് കേട്ടോ. വെണ്ട പൂവിട്ട് നിൽക്കുന്നു, വെണ്ട, അതുപോലെ പയർ. അപ്പം നമുക്ക് പാടത്തേക്ക് കണ്ടിറങ്ങാം. ഫുൾ ചെയറാണ് ഇവിടെ. വരമ്പൊക്കെ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. അത് കാരണം ഈ വരമ്പുകളൊന്നും ഉണങ്ങിയിട്ടില്ല. നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ അതേ താന്ന് പോവുക. അപ്പോൾ ശ്രദ്ധിച്ച് വേണം, കയ്യിൽ ക്യാമറയുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ച് വേണം നടക്കാനൊക്കെ ആയിട്ട്. ഇന്നിപ്പോൾ ക്ലൈമറ്റ് മോശമില്ല കേട്ടോ. പക്ഷെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അതായത് ആകെ മൂടിക്കെട്ടിരുന്നായിരുന്നേ. ഇടയ്ക്ക് മഴയുണ്ട്, അതേ പ്രശ്നം. പെട്ടെന്ന് ഈ കാലാവസ്ഥ കൊണ്ട് മാറും. എന്നിട്ട് ഭയങ്കര മൂടിക്കെട്ടി വരും, പിന്നെ മഴയുണ്ട് പെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നല്ല അസല് വെയില. ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ എന്താവും ഇങ്ങനെ, ആകെ പ്രകൃതി മാറിയിരിക്കുന്നു. കണ്ടില്ലേ, ഈ പാടങ്ങളൊക്കെ പൂട്ടിയതാണ്. ഇത് മുഴുവൻ പൂട്ടിക്കഴിഞ്ഞ പാടങ്ങളാണ്. ഇനിയിപ്പോൾ ഇതിലൊക്കെ ഞാറ് നടും. പറഞ്ഞ പോലെ എല്ലാം ഇങ്ങനെ താന്ന് പോവാണ്ടോ. എന്താ വെച്ചാലേ, ആ പാടത്തെ പഴയ ഭംഗിയൊക്കെ പോയിരിക്കുന്നു. പണ്ട് ഈ പാടം ഫുൾ കംപ്ലീറ്റ് ആയിട്ടേ കൃഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് നെൽകൃഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പല ആൾക്കാരും ലാഭത്തിന് വേണ്ടിയിട്ട് ഈ നെൽകൃഷിയൊക്കെ മാറ്റി കൂർക്ക, അതുപോലെ കോവൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നട്ടേക്കാണ്. അപ്പോൾ അതെന്താ പറ്റുക വെച്ചാൽ അതിൻ്റെ ഒരു ഭംഗി കുറേയൊക്കെ നഷ്ടപ്പെട്ടേക്കണം. കണ്ടില്ലേ, ഇതൊക്കെ കോവൽ കൃഷിയാണ്, കോവയ്ക്ക ഉണ്ടാവുന്നതാണ്. അറ്റത്ത് നമ്മുടെ ട്രാക്ടർ പൂട്ടുണ്ട്, അവിടേക്കാണ് എത്തേണ്ടത്. ഈ കോവൽ ഇങ്ങനെ ഒരുപാടായാലും ഈ പാടത്തിൻ്റെ ഒരു ഭംഗി പോവും. മറ്റേത് പറഞ്ഞാലേ കംപ്ലീറ്റ് വെള്ളമായിട്ടല്ലേ, ഫുൾ വെള്ളമായിരിക്കും. അപ്പോൾ കാണാനൊരു കുറച്ചുകൂടി ഭംഗിയുണ്ട്. ഇപ്പോൾ ഭംഗിയിലായി അല്ല, ഭംഗിയുണ്ട്. പക്ഷേ അത് ഇങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കോവൽ കൃഷി കാണുമ്പോഴേ ചില ഭാഗത്തൊക്കെ നോക്കി ആ അറ്റത്തൊക്കെ കുറച്ച് തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. ഈ പാടത്തൊക്കെ കൊണ്ട് തെങ്ങ് വെക്കുന്ന ആൾക്കാർ എന്താ വേണ്ടേ. അതൊക്കെ കോവലാട്ടോ. അത് ഈ കാണുന്നതെല്ലാം ഈ വിരലുകൊണ്ട് കാണിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, കംപ്ലീറ്റ് കോവൽ കൃഷിയാണ്. ആ അറ്റത്തും കോവലുണ്ട്. ആ അറ്റത്ത് അവർ കളയ്ക്കണുണ്ടല്ലേ, അവിടെയും കോവലുണ്ട്. പിന്നെ ഇതും കോവലാണ്. ഇതിൽ കോവൽ മാത്രമല്ല കേട്ടോ, പയറ്, ഇഞ്ചി, അതായത് നമ്മൾ പറമ്പിലൊക്കെ നടേണ്ട സംഭവങ്ങളൊക്കെ ഇപ്പോൾ പാടത്ത് കൊണ്ടിട്ടാണ് നട്ടേക്കണേ. പയറുണ്ടോ ഉണ്ടായി നിൽക്കണേ.
ഓ ഇഷ്ടം പോലെ പയറാട്ടോ. നോക്കിയേ, കണ്ടില്ലേ? ഇതെന്താ പൊട്ടിക്കാതെ? ഇതെല്ലാം മൂത്ത് തുടങ്ങിയിട്ടോ പയറുകൾ. കണ്ടോ, കംപ്ലീറ്റ് പയർ മൂത്തു. ഞാൻ നിൽക്കണ ഇടം കംപ്ലീറ്റ് വെള്ളം കേട്ടോ. ഈ ക്യാമറയും കൊണ്ട് പോകുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. എന്ത് സംഭവം? ചാണാപ്പൊടി. പയർ ഇഷ്ടം പോലെ നിൽക്കണം. ചിലപ്പോൾ ഇത് വിത്തിന് തരത്തിലുള്ള പയറായിരിക്കും, അതാവും, മേ ബി അതായിരിക്കും. ഇതാണ് നമ്മുടെ കോവൽത്തോട്ടം. അല്ല, വെള്ളത്തൂടെ നീന്തിയിട്ടാ പോണേ. ഇത് മുള്ളൻ ചീര എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കണ ആ ചീര പോലെ അല്ല, അത് മുള്ളൻ ചീരയാണ്. നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് ഉണ്ടാക്കിയ. അതുപോലെ കാണാൻ സഹായിക്കണത് ഇതാ, ഇതിന് ഇഞ്ചിയാണിത്. അതിങ്ങനെ മണത്തോക്കിയല്ലേ, ഓ എന്താ സ്മെല്ലറിയും. കോവയ്ക്ക, ഞാൻ കോവയ്ക്ക കാണിച്ചു തരാം കേട്ടോ. ഉപ്പ് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇതാണ് കോവയ്ക്ക. എത്ര സൂമാവെന്ന് എനിക്കറിയില്ല കേട്ടോ. വേലയൊക്കെ അനുസരിച്ച് കയററ്റില്ല. കണ്ട, ഇതാണ് നമ്മുടെ കോവക്കായ. പല ഭാഗത്തും പലതാ പറയാം കേട്ടോ. ഞങ്ങളുടെ ഏരിയയിലേക്കൊക്കെ ഈ ഇതിനെ കോവയ്ക്ക എന്നൊക്കെയാണ് പറയണത്. കോവയ്ക്ക എന്തൊക്കെ ഉണ്ടല്ലേ. ഇഷ്ടം പോലെ കോവയ്ക്കുണ്ട്. ഇതിങ്ങനെ പടർന്ന് നമ്മുടെ ഈ കമ്പം തേനിയിലൊക്കെ പോയാലൊക്കെ കാണുന്നത് പോലെ മുന്തിരി കൃഷിയായിരിക്കും. അറ്റം വരെ ഇങ്ങനെ മുന്തിരിത്തോട്ടങ്ങളായിരിക്കും. ഇതേപോലെ പന്തലിട്ടിട്ട് തന്നെ. എനിക്ക് ആ ഒരു ഫീലാണ് ഇത് കാണുമ്പോൾ തോന്നണേ. ഓ സൈഡിൽ കൊള്ളിയുണ്ട്, കണ്ടില്ലേ? കൊള്ളി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പല ഭാഗത്തേക്കും പല നാട്ടിലും പല ഇതാണ് കേട്ടോ പറയാ. ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇതിനെ കൊള്ളി എന്നാ പറയാം. കപ്പ, പൂള എന്നൊക്കെ പറയും. ഞങ്ങളുടെ അവിടെയൊക്കെ കൊള്ളി എന്നാ പറയാം. കണ്ട, ഇതാണ് കൊള്ളി. ഇതാണ് നമ്മുടെ കുമ്പളങ്ങ കേട്ടോ. കുമ്പളങ്ങ അഥവാ ഇളവൻ. ഇതിൻ്റെ ചെറിയ പ്രായത്തിൽ നമ്മളിത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇളവൻ എന്ന് പറയും. പിന്നെ ഇത് വലുതാവും തോറും അത് കുമ്പളങ്ങയായിട്ട് വരും. ഇത് കണ്ടില്ല, ഇത് ഇളവനായിട്ട് നമുക്ക് കണക്കൂട്ടാം. അതിൻ്റെ കളറൊക്കെ കണ്ടാലറിയാം, ഒരു ഗ്രീനിഷ് കളറുണ്ട് അതിന്. ഇതിന് കുറച്ചുകൂടിയും ഒരു ഡാർക്ക് ഷെയ്ഡാണ്. ഇതാണ് അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ. 2 കുമ്പളങ്ങ. അതാ വേറെ കുമ്പളങ്ങ ഇവിടെ ഉണ്ട്. ഇതാ വേറൊരു കുമ്പളങ്ങ. അപ്പോൾ ഇതാണ് കുമ്പളങ്ങ മാത്രമല്ല കേട്ടോ, വേറെ എന്തൊക്കെയോ ഉണ്ട്. നമുക്ക് നോക്കാം, അതിലേക്ക് പോവാം. ഈ പ്ലാസ്റ്റിക് വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ. ഒരു കാര്യം കാണിച്ചു തരാം. അത് നോക്കൂ, കുപ്പി കൊണ്ടിട്ടേക്കണില്ലേ. നമ്മുടെ കൃഷിയിടത്തിൽ വരെ കുപ്പിയാണ്. ഇത് ആരാണെങ്കിലും ചെയ്യരുത് കേട്ടോ ഒരിക്കലും. നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ചില്ലെങ്കിൽ ആ പ്രകൃതി നമ്മളെ ശരിക്കും തിരിച്ചടിക്കും, യാതൊരു സംശയമില്ല. പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അനുബന്ധമായിട്ടുള്ള കുപ്പികളോ എന്താണെങ്കിലും ഇതേപോലുള്ള കൃഷിയിടത്തിലോ നമ്മുടെ പുഴകളിലോ ഒന്നും നിക്ഷേപിക്കില്ലേ. ഒരു റിക്വസ്റ്റാണ് കേട്ടോ. നമുക്ക് അപ്പുറത്തെ പാടത്തേക്ക് കിടക്കാം. അവിടെയാണ് നമ്മുടെ പാടം പൂട്ടുന്നത്. ആ കാണുന്ന വണ്ടിയാണ് നമ്മൾ കൂട്ടാൻ പോണത്. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മളിതിന് മുന്നേ ട്രാക്ടർ ഓടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് ചെയ്ത് നോക്കാം.
വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു റിവ്യൂ, കംപ്ലീറ്റ് റിവ്യൂ എന്നല്ല കേട്ടോ, ട്രാക്ടറിനെ കുറിച്ചുള്ള റിവ്യൂ ചെയ്യാനൊന്നല്ല ആക്ച്വലി നമ്മുടെ പ്ലാൻ. ജസ്റ്റ് ആ പഴയ കുട്ടിക്കാലം ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ വീഡിയോനെ നിങ്ങളൊരു പക്ക ഒരു പ്രൊഫഷണൽ ഒരു ട്രാക്ടർ റിവ്യൂ ആയിട്ടൊന്നും കാണരുത് ദയവ് ചെയ്തിട്ട്. ജസ്റ്റ് നമുക്ക് ആ വണ്ടിയിലൊന്ന് കയറാനും അതിനൊന്ന് പിടിക്കാനും ഒക്കെ ആ പഴയ കുട്ടിക്കാലം ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അല്ലാതെ ഇതൊരു പ്രൊഫഷണലി ഒരു ട്രാക്ടർ റിവ്യൂ അല്ലെങ്കിൽ ട്രാക്ടറിനെ കുറിച്ചുള്ളൊരു പക്ക വീഡിയോ ആയിട്ടൊന്നും ഈ വീഡിയോനെ കാണരുത്. പണ്ട് കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരണേ. പണ്ട് ചെറിയ കാലുള്ള സമയത്ത്, ചെറിയ കുട്ടികൾ ഇരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഈ മീൻ പിടിക്കാനായിട്ട് പോവും. ട്രാക്ടർ പാടത്തിറങ്ങിയെന്ന് കണ്ടാൽ അപ്പോൾ നമ്മളൊരു ബക്കറ്റായിട്ട് ഇറങ്ങായി. ബക്കറ്റ് മാത്രമല്ല കേട്ടോ, വേറെ ഈ മീനെ കോർക്കാനായിട്ടുള്ള ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിൽ തന്നെ നമ്മൾ കോർത്തിട്ട് ചേറ കൊണ്ടിട്ട് കോർത്തിട്ട് നമ്മൾ പാടത്തേക്ക് ഇറങ്ങാം. ഞാൻ ഈ മീനൊന്നും അങ്ങനെ കഴിക്കില്ല. അതായത് പാടത്തുള്ള മീൻ, പാടത്ത് കൂട്ടിയിട്ടുള്ള ആ മീനൊക്കെ ഒരു ചേറിൻ്റെ മണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് നല്ല കാറ്റാട്ടോ. അപ്പോൾ ചേറിൻ്റെ മണം ഉണ്ടാവും. ആ ചേറിൻ്റെ മണം കാരണം ഞാൻ മീൻ അങ്ങനെ കഴിക്കില്ല. പക്ഷെ കുറേ ആൾക്കാർ ഈ ബ്രാലും അതുപോലെ മൊയ്യ് ഉണ്ടാവും, ഇതെല്ലാം അങ്ങനെ ഈരയിൽ കോർക്കും. ഈര അതന്നെ, ഈരയിൽ കോർത്തതിന് ശേഷം അവരിങ്ങനെ കൊണ്ടുപോകും. ഒരു 2-3 കിലോ ഒക്കെ കിട്ടും. കിട്ടിയതിന് ശേഷം അവർ വീട്ടിൽ കൊണ്ടുപോയി അത് വറക്കും. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല മസാലയൊക്കെ ചേർത്ത് വറക്കും. ബ്രാലൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. ഞാൻ മിക്കതും ഇതൊക്കെ എടുക്കണത് എന്തിനാന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുളമുണ്ട്, ആ കുളത്തിൽ കൊണ്ടുപോയിടും, അതുപോലെ കിണറ്റിൽ കൊണ്ടുപോയിടും. എന്നിട്ട് അത് അതിൻ്റെ ഓരോ വളർച്ചയും നമ്മൾ കാണും. പിടിക്കുമ്പോൾ ചെറിയ ചെറിയ കണ്ണും കുട്ടികളായിരിക്കും. അതിന് ശേഷം അത് കിണറ്റിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ വലുതാവണ വരെ അരിയൊക്കെ ഇട്ട് കൊടുക്കും. അത് വലുതാവും ചെയ്യും നന്നായിട്ട്. അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പാടത്ത് നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത്. ഫുൾ ഓഫ് നൊസ്റ്റാൾജിയ. ഇപ്പോൾ ഈ പാടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു 2 ട്രാക്ടർ ഉണ്ട്. ചില സമയത്തൊക്കെ 4-5 ട്രാക്ടറൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ കൊയ്ത്ത് യന്ത്രങ്ങളുണ്ടാവും. ഇപ്പോൾ കൊയ്ത്ത് യന്ത്രങ്ങളൊക്കെ പോയി. കാരണം എന്താ വെച്ചാൽ ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞു മാത്രമല്ല, പാടം ഈ പറഞ്ഞില്ലേ 3-4 ട്രാക്ടർ ഉണ്ടാവുമെന്ന്. ഇത് അത്യാവശ്യം പാടങ്ങളെല്ലാം ഇവിടുത്തെ പൂട്ടിക്കഴിഞ്ഞു. കണ്ടില്ലേ, ഒരുവിധം എല്ലാ പാടങ്ങളും പൂട്ടിക്കഴിഞ്ഞു. അപ്പോൾ തന്നെ ഇനി അതുകൊണ്ടാണ് ഇപ്പോൾ ട്രാക്ടറൊക്കെ കുറഞ്ഞു. ഇപ്പോൾ ഇത് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ട്രാക്ടറാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു അപ്പുറത്തെ പാടത്തേക്ക് വരുമ്പോൾ തരാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് മഴയൊക്കെ വന്നു. മഴയൊക്കെ കൊണ്ടു എന്താ ചെയ്യുക, ആകെ ഫുള്ള് വല്ലാത്തൊരു ഫീലാട്ടോ ഇവിടെ. മഴയും പ്രകൃതിയും. ഇനിയൊരു കട്ടൻ കാപ്പി കൂടി കിട്ടിയാൽ മതി, സംഭവം തകർക്കും. അല്ല ഹരീഷ, നമ്മുടെ ക്യാമറമാനാണ് കേട്ടോ, ഇവരധികം സംസാരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ചേട്ടൻ അടുത്ത പാടത്ത് നമുക്ക് വേണ്ടി തരാമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ ഒരു ട്രാക്ടർ വീഡിയോ ആണ്. മഹേന്ദ്രയുടെ 475 DI ഡീസൽ എഞ്ചിൻ, സർപ്പഞ്ച് എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. സ്ഥിരം പാറ്റേൺ, അതായത് സ്ഥിരം കണ്ടു വരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് വന്നിട്ടുള്ള മഹേന്ദ്രയുടെ ട്രാക്ടറൊക്കെ നോക്കുമ്പോൾ ഇത് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഗ്രില്ലൊക്കെ കണ്ടില്ലേ, അതെ ആ ചേട്ടനാണ് നമ്മുടെ ഇതിൻ്റെ സാരഥി കേട്ടോ. അപ്പോൾ ആളാണ് ഇപ്പോൾ ഈ വണ്ടി നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ് വരുന്നത്. 2 ഹെഡ് ലാമ്പ് ഉണ്ട്. ഇവിടെ ഒരു മഹേന്ദ്രയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. നമുക്കിപ്പോൾ ഇത് തുറന്നു നോക്കാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണത് പാടത്തിട്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ വണ്ടി റിവ്യൂ ചെയ്യണത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് വണ്ടി കഴുകി തരാനോ അല്ലെങ്കിൽ ക്ലിയർ ആക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ക്ലാരിറ്റി ഇട്ടൊന്നും ചെയ്യണില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഇതാണ് ഇതിൻ്റെ ബാറ്ററി വെക്കണ ബോക്സ് വരുന്നത്. ഇതിപ്പോൾ ഇതിങ്ങനെ ചളിയായി കിടക്കണ കാരണമാണ് കാണാത്തത്. ഇതാണ് ഇതിൻ്റെ ബ്രേക്ക്. അതായത് ഓരോ വീലിനും ഓരോ ബ്രേക്കാണ് ട്രാക്ടറിന് വരിക.
ഇത് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള വീലൊക്കെ തിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് എളുപ്പമാണ് ട്രാക്ടർ പാടത്ത് പൂട്ടുമ്പോൾ. അതുപോലെ തന്നെ ഇത് റൈറ്റ് സൈഡിലുള്ള ബ്രേക്കാണ്. അപ്പോൾ റൈറ്റ് വീലിന് വേണ്ടിയുള്ള ബ്രേക്കാണ്. ഇത് ഒരുമിച്ച് ഒരു ക്ലാമ്പ് ഉണ്ട്, അതിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് നമുക്ക് ചവിട്ടാൻ പറ്റും. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ ആക്സിലേറ്ററാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ അത് ഊരി വെച്ചേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാടത്ത് പൂട്ടുമ്പോൾ ഇത് കൂടുതൽ ഇത് ഊരി വയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഈ കാണുന്നതാണ് ഇതിൻ്റെ എക്സോസ്റ്റ്, അല്ലെങ്കിൽ സൈലൻസർ എന്നൊക്കെ പറയില്ലേ, അതാണത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ. ഇതായാലും ഒരു കവർ വെച്ചിട്ട് മൂടിയിരിക്കുകയാണ്. അത് നമ്മൾ പാടത്ത്, അതെ അതെ, വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പാടത്ത് പൂട്ടുമ്പോൾ നമ്മളത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ ഇടും, അതാണ്. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഇതിൽ കാണിക്കുന്നത് ബാറ്ററിയുടെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്, ഇഗ്നിഷൻ ഓണാണ്. ടെമ്പറേച്ചർ എത്രയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ RPM മീറ്റർ ഉണ്ട്, ഫ്യൂവൽ ഗേജിൻ്റെ മീറ്റർ ഉണ്ട്, പിന്നെ ഓയിൽ പ്രഷറിൻ്റെ മീറ്ററും കാണാൻ പറ്റും. പിന്നെ പാർക്കും ഡിമ്മും ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത്രയൊക്കെയുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യം. ഇതിലാണ് നമ്മൾ ഡീസൽ അടിക്കുക. കമ്പനി കൊടുത്തിട്ടുള്ളത് 60 പിന്നെ അതുപോലെ തന്നെ ഇതിൽ പറയുകയാണെങ്കിൽ 50 ഹോഴ്സ് പവറിൻ്റെ എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ വണ്ടിയിൽ. പിന്നെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ക പഴയ നമ്മുടെ അപ്പോൾ പഴയ മോഡൽ തന്നെ, അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പവർ സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിക്കേറ്ററാണ്. അതുപോലെ ഈ സംഭവം ഉണ്ടോ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ ആക്സിലേറ്റർ. അതായത് പാടത്ത് പൂട്ടുമ്പോൾ ഒക്കെ നമ്മൾ ഈ ആക്സിലേറ്ററിൻ്റെ ഈ നോബ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാം ചെയ്യുക. ഇതിങ്ങനെ ചോട്ടിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ആക്സിലേറ്റർ വീഴും. അപ്പോൾ നമുക്ക് കാലിലെ ആക്സിലേറ്റർ കൊടുക്കണ്ട, കയ്യിൽ തന്നെ മതിയായിരിക്കും. അപ്പോൾ ഇതാണ് സൗകര്യം. നമുക്ക് പാടത്തൊക്കെ പൂട്ടുമ്പോൾ ഈ ലിവറാണ് ഏറ്റവും സൗകര്യം. പിന്നെ ആക്സിലേറ്റർ നമ്മൾ ഗിയർ ഇടുമ്പോൾ ഈ ആക്സിലേറ്റർ കുറച്ചിട്ട് വേണം ഗിയർ ഇടാനായിട്ട്. ഇതാണ് നമ്മുടെ ക്ലച്ചാണ്. ഇത് നന്നായിട്ട് ചവിട്ടണം, മനസ്സിലായില്ലേ? ഗിയറൊക്കെ ഇടണമെങ്കിൽ നന്നായിട്ട് ചവിട്ടി കൊടുക്കണം. പിന്നെ പവർ സ്റ്റിയറിംഗ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്, ഓയിൽ ബ്രേക്ക്, അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഗിയർ ലിവർ. ഇതിന് ഗിയർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ 4 ഗിയർ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെയാണ് പൊസിഷൻ വന്നേക്കണേ. റിവേഴ്സും ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗിയർ ലിവർ കാണാം. ഇതിലും ഇത് നമുക്ക് വെള്ളടിക്കാൻ, നെല്ല് കുത്താൻ, അങ്ങനെ എല്ലാ സംഭവത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. നിരത്താൻ വേണ്ടി യൂസ് ചെയ്യണ ലിവറാണിത്. പിന്നെ നല്ലൊരു സീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സുഖമാണ് സീറ്റ്. നമ്മൾ ഓടിച്ച് നോക്കിയപ്പോൾ നല്ല സുഖമായിട്ടിരുന്ന് ഓടിക്കാനൊക്കെ പറ്റും. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, വല്ല കുപ്പി എന്തെങ്കിലുമൊക്കെ വെക്കാം. പിന്നെ ഇവിടെ ഒരു ടൂൾ ബോക്സ് കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് സ്പെയറും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കാം. സാധാരണ ഇവിടെ ഒരു സംഭവം വെക്കും നമുക്ക് ഷെയ്ഡായിട്ട്, അതായത് മഴയും വെയിലൊന്നും കൊള്ളാതിരിക്കാൻ. അതിപ്പോൾ ഈ വണ്ടി പൂട്ടാൻ വന്ന കാരണം അത് അഴിച്ചു വെച്ചേക്കുകയാണ്. സംഭവം ഉണ്ട്, വണ്ടിക്ക് അഴിച്ചു വെച്ചിരിക്കുകയാണ്. സീറ്റ് നല്ലൊരു സീറ്റാണ് കേട്ടോ, സുഖമായിട്ട് നമുക്ക് അതിൽ നിന്ന് ഓടിക്കാനൊക്കെ നല്ല സൗകര്യപ്രദമാണ്, അത് സംശയമില്ല. പിന്നെ ഞാൻ ഇതിൽ കൂടുതൽ ഇരുന്നിട്ട് റിവ്യൂ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു ജസ്റ്റ് ട്രാക്ടർ കണ്ടപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കണം തോന്നി. പിന്നെ ഒന്ന് പഴയ നെസ്റ്റാൾജിയൊക്കെ ഒന്ന് വന്നു നമുക്ക്. അപ്പോൾ ഒന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഒന്ന് റിവ്യൂ ചെയ്തു മാത്രം കേട്ടോ, അതായത് ഡീറ്റെയിൽ റിവ്യൂ അല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ. ബാക്കിൽ വീലിൻ്റെ കാര്യം പറഞ്ഞില്ല. ഇത് നമ്മൾ ട്രാക്ടർ പൂട്ടുന്ന സമയത്ത്, അതായത് പാടത്ത് പൂട്ടുന്ന സമയത്ത് ഇങ്ങനത്തെ വീലാണ് യൂസ് ചെയ്യുക. നമ്മുടെ റബ്ബറിൻ്റെ ടയർ നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പോൾ ഹൈഡ്രോളിക്കിൻ്റെ സിസ്റ്റമാണ് ആൾ കാണിച്ചു തരുന്നത് നമുക്ക് കേട്ടോ. ലെവൽ കണ്ടില്ലേ, അത് അവിടെ ആ ലിവർ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അനുസരിച്ചാണ് അപ്പോൾ ചോട്ടിലേക്ക് പോകുന്നുണ്ടല്ലേ. ഇതാണ് അതിൻ്റെ കാര്യം. അതങ്ങനെ നമുക്ക് അനുസരിച്ചിട്ട് എത്ര വേണമെങ്കിൽ ലെവലിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പാടം നന്നായിട്ട് പൂട്ടി ഉഴുത് മറിച്ച് പോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല സെറ്റപ്പാണ് കണ്ടില്ലേ. പിന്നെ ഇത് ഇൻഡിക്കേറ്ററും പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ട്രാക്ടർ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ പാടത്താണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊന്നും ഇതിൽ കാണാനില്ല. ഓക്കെ, ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. ഇതിൻ്റെ ടയറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉഴുത് മറിക്കുമ്പോൾ ഈ ടയറാണ് കേജ് വീൽ എന്ന് പറയും. ഈ കേജ് വീലില്ലാതെ നമുക്കിത് പാടത്ത് പൂട്ടാനും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വേനൽക്കാലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോലെ റബ്ബറിൻ്റെ ടയർ ഇട്ടിട്ട്. പക്ഷേ ഇതിൽ പറ്റില്ല, കാരണം കംപ്ലീറ്റ് ചെടികളും ഇതൊക്കെ പുല്ലൊക്കെ ചെത്തി പോകേണ്ടതാണ് അതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടയർ വരുന്നത്. ഇതിൽ ആദ്യമായിട്ടാണ് ഓടിക്കണേ. ഞാനത് മുന്നേ വണ്ടി ഒന്നും ഓടിച്ചു നോക്കിയിട്ടില്ല, ട്രാക്ടർ ഓടിച്ചു നോക്കിയിട്ടില്ല. എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തീരുമാനിച്ചു. നോക്കട്ടെ.
അപ്പോൾ നല്ല മഴയായിരുന്നു, ഇപ്പോൾ നല്ല വെയിലാണ്. അങ്ങോട്ട് നോക്കാൻ പോലും പറ്റുന്നില്ല ക്യാമറയിലേക്ക്. ബാക്കിൽ കണ്ടില്ലേ ട്രാക്ടർ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, വരെ പൂട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഇടയിൽ മഴ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു ഇടുക്കാച്ചി വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും തൽക്കാലം ബൈ കേട്ടോ.